5000 കോടി രൂപ മുടക്കി നടത്തുന്ന അംബാനിയുടെ മകന്റെ കല്യാണത്തിന് പോകാത്ത ഇന്ത്യയിലെ ഏക നേതാവ് ആരാണ്? പൊതുവെ വലതുപക്ഷ നിലപാടും BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ആ രാഹുൽ ഈശ്വറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. अंबानी अडानी को गाली देना बंद कर दिया। मैं आज तेलंगाना की धरती से पूछना चाहता हूं, जरा इस शाहजादे घोषित करें कि चुनाव में ये अंबानी अडानी से कितना माल उठाया है. നമ്മളിപ്പോൾ കേട്ടത് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ്. അതിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും ഒക്കെ അംബാനിയും അദാനിയുമായി ഒക്കെ ചേർത്ത് അവരിൽ നിന്ന് പണം വാങ്ങി എന്ന് ആരോപിക്കുന്ന ഒരു പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ആ ആരോപണം ഉന്നയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇപ്പോൾ അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന് വന്ന് ഈ വധൂവരന്മാരെ ആശീർവദിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിചിത്രമല്ലേ? ഇനി രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ കേൾക്കാം. അംബാനിയുടെ മകന്റെ കല്യാണത്തിന് പോകാത്ത ഇന്ത്യയിലെ ഏക നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ഒരുപക്ഷെ കൗതുകമുണർത്തുന്ന ഓരോ വാർത്തയും രാഹുൽ ഗാന്ധി നമുക്ക് ഓരോ ദിവസവും നൽകുന്നുണ്ടെന്നുള്ളൂ. അവിടെ പോകണ്ടെന്ന് തീരുമാനിക്കാൻ ധൈര്യമെടുക്കുന്ന ഒരു സ്റ്റാൻഡ് വളരെ അത്ഭുതകരമല്ല. പക്ഷേ രാഹുൽ ഗാന്ധി അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ക്രോണി ക്യാപിറ്റലിസം അല്ല നമുക്ക് വേണ്ടതെന്നും ഈ ചങ്ങാത്ത മുതലാളിത്ത വ്യവസ്ഥയ്ക്കപ്പുറം നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ നിൽക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിന് വേണം എന്നൊരു വലിയ മെസ്സേജും കൂടി കൊടുക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിന്റെ ഈ നിരീക്ഷണം ശരി തന്നെയാണ്. പക്ഷേ പഴയ കാലത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മുൻ തലമുറക്കാരുടെയോ നിലപാട് ഇത്തരത്തിലൊന്നും ആയിരുന്നില്ല എന്ന് നമ്മൾ മറന്നുകൂടാ. കാരണം അത്തരം നിലപാടുകളൊന്നും മറക്കാനുള്ള സമയവുമായിട്ടില്ല. പക്ഷേ ഈ മാറ്റം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. ഇനി മറ്റൊരു വിവാദം ഈ വിവാഹത്തിന് ചെലവഴിച്ച പണത്തെക്കുറിച്ചാണ്. അത് ഏതാണ്ട് 5000 കോടിയിലധികം വരുമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥ ഫിഗർ ഇപ്പോൾ അംബാനിയോ അവരൊന്നും പുറത്തുവിട്ടില്ല. എന്നാൽ പോലും ഏതാണ്ട് കണക്കാക്കുന്ന 5000 കോടിയിലധികം വരുമത്രേ. ഈ ചെലവിനെക്കുറിച്ച് വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇത്ര രൂപ ചിലവാക്കി ഒരു വിവാഹം കഴിക്കാവൂ എന്നൊരു പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. പണക്കാർക്ക് അവരുടെ വസതിക്കനുസരിച്ചിട്ട് കഴിവിനനുസരിച്ചിട്ട് എത്ര രൂപ ചിലവാക്കിയിട്ടും ചെയ്യാം. സാധാരണക്കാരൻ പോലും ഒരു 50,000 തൊട്ടിട്ട് 20 ലക്ഷം രൂപ വരെ ശരാശരിക്കാരൻ തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഒരു കല്യാണത്തിന് ചിലവഴിക്കുന്നുണ്ട്. വളരെ പാവപ്പെട്ടവർക്ക് പോലും വെറുതെ ഒരു അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോയി താലി കെട്ടുന്നതിന് വരെ 50,000 രൂപ ചിലവ് വരും. അത് കഴിഞ്ഞാൽ 20 ലക്ഷം രൂപയും അതിലധികമൊക്കെ സ്വർണത്തിൻ്റെ വിലയൊക്കെ കൂട്ടുകയാണെങ്കിൽ അതിൽ കൂടുതലും വരും. അപ്പോൾ പലരും കണക്കാക്കുന്ന പെർസെൻറ്റേജ് കണക്കിൽ പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു പ്രശ്നം ഒഴിവായി കിട്ടുമല്ലോ എന്നാണ്. അവനവൻ സാധാരണക്കാരൻ തന്നെ ഏതാണ്ട് 10% തൊട്ട് 20% വരെ അവനവൻ്റെ ആസ്തിയുടെ ചെയ്യുന്നുണ്ട് അത്രേ. എന്നാൽ മുകേഷ് അംബാനി വെറും 0.5 0.5% താഴെ മാത്രമാണ് ചിലവഴിക്കുന്നത്. കാരണം 10 ലക്ഷം കോടി ആസ്തിയുള്ളൊരു മനുഷ്യനാണ്. അയാൾ ആകെ 5000 കോടിയല്ലേ ചിലവാക്കുന്നുള്ളൂ എന്നതാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം എന്തു തന്നെ ആയാലും ശരി, 2 വ്യക്തികളുടെ കല്യാണമാണ് നടക്കുന്നത്. അത് ഈ പാവപ്പെട്ടവൻ്റെ ആയാലും ശരി, ഈ മുകേഷ് അംബാനിയുടെ ആയാലും ശരി. അവിടെ 2 പേരും 2 വ്യക്തികൾ ഒരു കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയെപ്പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് അത് എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളത് മാത്രമാണ്, ഒരു സാമൂഹ്യ പ്രശ്നമാണ് എന്നുള്ളതാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്ന വിഷയം. ചിലർ പറയുന്നു നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണ ചെലവ് പോലും 7000 കോടി ഉള്ളൂ എന്നാണ് പറയണത്. ആ ചെലവ് പോലും ഗവൺമെൻറ് കഷ്ടപ്പെട്ടും കടം വാങ്ങിയൊക്കെയാണ് അത്ര നടത്തുന്നത്. പക്ഷെ അവിടെയാണ് ഈ 5000 കോടി ചെലവ് ചെയ്ത് 2 വ്യക്തികളുടെ കല്യാണം നടത്തുന്നത് ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് എന്ന് ഇതിനെ എതിർക്കുന്നവർ വാദിക്കുന്നു. എന്നാൽ ധാരാളം പണമുള്ള മുകേഷ് അംബാനിക്ക് അയാളുടെ മക്കളുടെ കല്യാണം എങ്ങനെ നടത്താനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ടല്ലോ. അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇല്ലതാണ് സത്യത്തിൽ. 17 നിലയിലുള്ള അബോർഡ് എന്നുള്ള ഒരു വസതിയുണ്ട് മുംബൈയിൽ അംബാനിക്ക്. 16,000 സ്ക്വയർ ഫീറ്റിലധികം അതിന് വിസ്തൃതിയുണ്ട്. അതിൻ്റെ തന്നെ ചിലവ് ഏതാണ്ട് 5000 കോടിയോളം വരും എന്നാണ് പറയുന്നത്. ഒരു ദിവസത്തെ വരുമാനം തന്നെ അംബാനിക്ക് 163 കോടിയോളം ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ലോക്ക്ഡൗൺ കാലത്ത് പോലും മണിക്കൂറിൽ ഏതാണ്ട് 90 കോടി രൂപ വരുമാനം ഉണ്ടായിരുന്നു അത്ര റിലയൻസ് പോലെയുള്ള കമ്പനിക്ക്. അപ്പോൾ പിന്നെ ഇതൊക്കെ ചെലവ് ചെയ്യുന്നതിന് അവർക്കെന്താ കുഴപ്പം? ഇതിനു മുമ്പ് മകളുടെ കല്യാണത്തിന് 700 കോടി രൂപ ചെലവ് ചെയ്തു ഇത്രേ. എന്നാൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ ഒരാൾ ഒരു അഭിപ്രായം എഴുതി കണ്ടു, 5000 കോടി രൂപ ചെലവ് ചെയ്താൽ അത് ഈ നാട്ടിൽ പണം ചെലവഴിക്കില്ലേ, സാധാരണക്കാരനിലേക്ക് എത്തില്ലേ ഈ പണം എന്നൊക്കെ ഒരു വാദം ഉന്നയിച്ചു കണ്ടു. അങ്ങനെയാണ് ആദ്യം കാണുന്നത്. ഇതൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് അംബാനി ഇതിനെ കാണുന്നതെന്നാണ്
അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അത് ഭാവിയിലേക്ക് വലിയ തോതിലുള്ള പണം വരുമെന്നാണ് കണ്ടെത്തൽ. ശരിയായിരിക്കും, അതൊരു വാദത്തിന് ശരിയായിരിക്കാം. പക്ഷെ അതെല്ലാം സാധാരണക്കാരിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അദ്ദേഹം ചെലവഴിക്കുന്ന തുകയുടെ 3/4 അല്ലെങ്കിൽ 99% കോർപ്പറേറ്റ് മുതലാളിമാർ തന്നെയാവും തിരിച്ചെത്തുക. ഒരുപക്ഷെ റിലയൻസ് കമ്പനിക്ക് തന്നെയായിരിക്കും അതെല്ലാം തിരികെ ചെല്ലാൻ സാധ്യത. കാരണം ഈ വലിയ ലോകത്തിൻ്റെ അമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണത്തലവന്മാർ, പിന്നെ സിനിമാ കലാകാരന്മാർ, പലതരത്തിലുള്ള സെലിബ്രിറ്റീസും ഒഴുകിയെത്താണ്. അവർക്കൊക്കെ ബോംബെയിൽ വന്ന് താമസിക്കാനായിട്ട് സാധാരണ ഒരു 1000 ഉറുപ്പിയുടെ ലോഡ്ജൊന്നും ആവില്ലല്ലോ. വലിയ ദിവസം 30,000, 50,000, 1,00,000 വാടകയുള്ള വലിയ ഹോട്ടലുകളിലായിരിക്കും. സാധാരണ തെരുവെന്നൊന്നും ആവില്ല അതിന് വേണ്ടിയിട്ടുള്ള പൂക്കളോ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളോ ഒക്കെ വാങ്ങുക. അതൊക്കെ വലിയ തോതിൽ ടെൻഡർ വിളിച്ച് അത് വാങ്ങിച്ചതായിരിക്കും. സാധാരണക്കാരിലൊന്നും എത്തില്ല. അത് മാത്രമല്ല, ഈ 3-4 ദിവസം അവിടെ അവധി പ്രഖ്യാപിച്ചു എന്നും അവിടെ ഒരു വിധത്തിലുള്ള സാധാരണക്കാരുടെ കച്ചവടവും നടന്നില്ല എന്നും ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായി എന്നൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെയാണ് ഈ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ വിപത്തുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഹോളിവുഡ് സിനിമാ ലോകത്തെ ഒരുവിധം എല്ലാ നടീനടന്മാരും നിർമ്മാതാക്കളും സംവിധായകരുമൊക്കെ എത്തിയിട്ടുണ്ട്. ലോക രാഷ്ട്രീയ നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരുവിധം രാഷ്ട്രീയ നേതാക്കളായ സ്റ്റേറ്റ് മുഖ്യമന്ത്രിമാർ ഒരുവിധം ഈ രാഹുൽ ഗാന്ധി ഒഴിച്ചുള്ള എല്ലാവരും ഏറെക്കുറെ എത്തിക്കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയൊന്നും അതിൻ്റെ ഇടയിൽ കണ്ടില്ല. തീർച്ചയായും ഇവരെയൊക്കെ ഉൾക്കൊള്ളാനും ക്ഷണിക്കാനും അവർക്കുള്ള സൽക്കാരം നടത്താനൊക്കെ വലിയ തുക ചിലവാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 6 മാസം മുമ്പ് തുടങ്ങിയതാണ് ഈ കല്യാണത്തിൻ്റെ നിശ്ചയം തൊട്ടുള്ള പല പരിപാടികൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് നടത്തുന്നു. ഇത്തരം വലിയ തുക ചിലവാക്കി കഴിക്കുന്ന വിവാഹങ്ങളെല്ലാം ദൂരത്തിൽപ്പെടുമോ എന്നുള്ള വാദഗതിക്ക് എന്തെങ്കിലും പിൻബലമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 2017 കോൺഗ്രസിൻ്റെ ഒരു MP രഞ്ജിത്ത് രഞ്ജൻ എന്നൊരു MP ഒരു പ്രൈവറ്റ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. കാരണം ഒരു 5 ലക്ഷത്തിൽ കൂടുതൽ മേലെ ചെലവിടുന്ന എല്ലാ തുകയുടെയും ഒരു 0.5% പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ ചെലവിലൊക്കെ നീക്കി വെക്കണമെന്നുള്ളൊക്കെ ഒരു ബില്ല് കൊണ്ടുവന്നു. നമുക്കറിയാം, ഏതാണ്ട് 1970 ശേഷമൊന്നും ഒരു പ്രൈവറ്റ് ബില്ലും ലോക്സഭയിൽ പാസ്സായിട്ടില്ല. അതേപോലെ തന്നെ ഇതും അസ്തമിച്ചു. അതിൻ്റെ കാലഗതി കൊണ്ടുവന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കതിൽ കമൻറ്റ് ബോക്സിലിടാം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഓരോ സോഷ്യൽ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ റിലയൻസ് പോലെയുള്ള ഒരു ഇൻഡസ്ട്രി തീർച്ചയായും ചാരിറ്റി വർക്കൊക്കെ ചെയ്യുന്നില്ല ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. റിലയൻസ് ഫൗണ്ടേഷൻ വഴി പാവപ്പെട്ട കുട്ടികളുടെ എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറും ഒക്കെ അംബാനിയുടെ വൈഫ് നിത അംബാനി ചെയർമാനായിട്ടുള്ള ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വേറെ വിധത്തിൽ നമുക്ക് ആലോചിക്കാം. ഈ 5000 കോടി ഒരു സാധാരണ ഒരു 1 കോടിയോ 2 കോടിയോ അല്ലെങ്കിൽ ഒരു 10 കോടിയോ ഒക്കെ ചിലവഴിച്ച് നടത്തിയിട്ട് ബാക്കിയുള്ള തുക കൊണ്ട് ഇന്ത്യയിലെ എത്രയോ ദരിദ്രരായ അല്ലെങ്കിൽ വീടില്ലാത്ത അനേകായിരങ്ങളുണ്ട്. അത് റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യരുണ്ടാവുമല്ലോ. ചിലപ്പോൾ അവരുടെ തൊഴിലാളികളോ അവരുടെ ബന്ധത്തിൽപ്പെട്ടവരോ ആയിട്ടുള്ള നിരവധി നിർധനരായ കുടുംബങ്ങൾ അവർക്കൊരു കുറേ വീടുകൾ വെച്ച് കൊടുത്തോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ആയുസ്സിന് വേണ്ടി മല്ലടിക്കുന്ന കുറേ രോഗികളുണ്ടാവും പണമില്ലാത്തതുകൊണ്ട്. അവരുടെ ആ ഓപ്പറേഷൻ ഏറ്റെടുക്കുന്നതിനോ ഒക്കെ ഈ വിവാഹ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരുന്നെങ്കിൽ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ചെയ്തിരുന്നെങ്കിൽ അത് വലിയ കാര്യമായേനെ. ഈ ചിലവൊക്കെ വളരെ ചുരുക്കി നമ്മുടെ ഒരു സെലിബ്രിറ്റി അവരുടെ ഒരു ഇതിനനുസരിച്ചൊക്കെ തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ 25 കോടി ചിലവാക്കിയിട്ടാണ് അത്ര ലോകത്തിലെ ഒരു ഗായകൻ്റെ പേരൊന്നും എനിക്കറിയില്ല കൊണ്ടുവന്നത്. പ്രത്യേക ചാർട്ടഡ് വിമാനം ഏർപ്പാട് 25 കോടിയാണ് അത്ര ചിലവ്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ദൂർത്തായിട്ട് നമുക്ക്, കാരണം ഒരു തെരുവിൽ പാട്ടുപാടി നടക്കുന്ന അനേകായിരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. അപ്പോഴാണ് നമ്മൾ 25 കോടി കൊടുത്ത് ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കല്യാണത്തിന് വേണ്ടി കൊണ്ടുവരുന്നത്. തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ വ്യക്തിപരമായ കാര്യമാണ്. ആ കല്യാണം എങ്ങനെ നടത്തണം എന്നുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ അധികാരമുള്ള, അപ്പോൾ അവരുടെ ഇൻഡിവിജ്വൽ തീരുമാനങ്ങളാണ്. അവരുടെ ആ ഒരു മാനസിക കാഴ്ചപ്പാട് അല്ലെങ്കിൽ സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാട്. ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്താൽ അതെന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചെലവഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ 5000 കോടിയും ചെലവഴിക്കുകയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ വിധത്തിൽ ഈ നമ്മുടെ എക്കണോമിയിൽ അത് ചെലവഴിക്കാം. പക്ഷേ അതല്ല ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം വലിയ തോതിൽ അത് ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ്. വലിയ VIP-കളുമായിട്ടും ബിസിനസ് ടൈക്കൂണേഴ്സൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ സുദൃഢമാക്കി ഈ 5000 കോടി എറിഞ്ഞ് അതിൻ്റെ 10 മടങ്ങ് സമ്പാദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിൻ്റെ പുറകിൽ ഉണ്ടായിക്കൂടായില്ല എന്നാണ് മാതൃഭൂമിയിലെ ഒരു സുഹൃത്ത് എഴുതി കണ്ടത്. അത് ശരിയാകാനും സാധ്യതയുണ്ട്.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കിതിൽ കമൻ്റായിട്ട് ഇടാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.